ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ലോകരാജ്യങ്ങളിൽ അനുദിനം കുതിച്ചു ചാടുകയാണ് മെറ്റാഫോഴ്സ്. ഈ ഫോഴ്സ് കോയിന്റെ വളർച്ചയെക്കുറിച്ച് ലളിതമായി പറഞ്ഞു തരികയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എംപവർ ഇന്റർനാഷണലിന്റെ വളർന്നുവരുന്ന ക്യാപ്റ്റൻ ഷമീം ബ്രോ. നമ്മുടെ ഈ സെഷനിലേക്ക് ഷമീം ബ്രോയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവരും വളരെ അധികം സന്തോഷമുള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നിങ്ങളെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നിങ്ങളെ ആ ഒരു ഫേസ് കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷമീം എന്നാണ്. ഇവിടെ പയ്യന്നൂര് പെരിങ്ങോത്താണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ ഈ മെറ്റാഫോഴ്സ് പ്രൊജക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് ഏകദേശം 1.25 വർഷം ആകുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏർണിങ്സും അതേപോലെ തന്നെ നല്ലൊരു ടീമും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ വരുമാനം കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെയധികം ഹാപ്പിയാണ്. ശരിക്കും മെറ്റാഫോഴ്സിന്റെ വളർച്ച നമുക്കൊക്കെ അറിയാം. ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും കഴിഞ്ഞ ഒരു 8 മാസം 7 മാസം ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകളാണ്. ഇതിന്റെ വളർച്ച എങ്ങോട്ടാന്നുള്ളത് ഇതിന്റെ ഗ്രാഫ് മുകളിലേക്കാണ്. ഇന്ന് മെറ്റാഫോഴ്സിന് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളായിട്ട് മുമ്പിലേക്ക് നിൽക്കുകയാണ്. ശരിക്കും മെറ്റാഫോഴ്സിന്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇപ്പൊ കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമുക്കറിയാം, ഇതിനെ നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് ഒരുപാട് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പേ ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചിട്ടും പറയാം. ഇപ്പൊ ഇന്ന് ഈ ഒരു മീറ്റിംഗ് സെക്ഷനിൽ എനിക്ക് തോന്നുന്ന എല്ലാ ആളുകളും ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകളാണ്. ഇപ്പൊ റീസെന്റ് ജോയിൻ ചെയ്ത ആളുകളും ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം അവരുടെ അറിവിലേക്കായി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് തുടങ്ങാം. ശരിക്കും മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഈ ഒരു മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഒരു ക്രിപ്റ്റോ പ്രൊജക്ട് ആണ്. നമുക്കറിയാം, ക്രിപ്റ്റോ പ്രൊജക്ട് നിങ്ങൾക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എതേറിയം, സൊളാന, കർഡാനോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്രിപ്റ്റോ പ്രൊജക്ടുകൾ ഉണ്ട്. ഇതൊക്കെ ഓരോ ക്രിപ്റ്റോ കറൻസി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലത്തെ ഒരു പ്രൊജക്ട് തന്നെയാണ് നമ്മുടെ മെറ്റാഫോഴ്സ്. നമ്മുടെ പ്രൊജക്ടിന്റെ കോയിനാണ് MFS. അപ്പോ ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എതേറിയം, സൊളാനോ ഒക്കെ പറഞ്ഞ പ്രൊജക്ടുകളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. കഴിഞ്ഞ 2022 ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 2023 നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആളുകൾ 2023 ഈ ഫോഴ്സ് കോയിന് മൈനിങ് സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയാം, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് വന്ന ആളുകൾക്കൊക്കെ ഒരുപാട് MFS അവരെ കൈ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെയധികം ഹാപ്പിയും വളരെയധികം സന്തോഷമുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഈ പറഞ്ഞ MFSന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഏകദേശം ഇപ്പോഴും വലിയ രീതിയിൽ വളർച്ചയായിട്ടെങ്കിൽ പോലും തുടക്ക സമയത്ത് വെറും $0.25, അതായത് 20 രൂപയിൽ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഏകദേശം $8, $8.5. ഏകദേശം 750-800 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഇതിന്റെ വളർച്ച, ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഓൾറെഡി ഈ പ്രൊജക്റ്റിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള മെറ്റാഫോഴ്സിന്റെ രണ്ടാമത്തെ ഇന്റർഫേസിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു പാസീവ് കിട്ടാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. നമുക്കറിയാം, മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർച്വൽ ലോകം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ചുരുങ്ങിയ ഡെവലപ്പേഴ്സ് മാത്രമാണ് മെറ്റാവേഴ്സ് ബീറ്റാ വേർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മെറ്റാഫോഴ്സ്. അതായത് ഇനി വരുന്ന ഒരു ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്തുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വരുന്ന ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, വെബ് ടു ഇന്റർനെറ്റ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് സോഷ്യൽ മീഡിയകളിൽ വരുമാനം നേടിയിട്ടുണ്ട്. അതായത് യൂട്യൂബർ പോലെ വരുമാനം നേടിയിട്ടുണ്ട്. അന്ന് യൂട്യൂബർ വന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഒരു യൂട്യൂബർക്ക് പണി. പക്ഷെ സബ്സ്ക്രൈബേഴ്സിന് ആയിക്കഴിഞ്ഞാലോ പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ആളുകളൊക്കെ കാണുമ്പോൾ
അവർക്ക് വരുമാനം കിട്ടുകയാണ്. അതേപോലെ തന്നെ ഇനി മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ വെർച്വൽ ലോകം വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി ആ പ്രോഗ്രാമിലൊക്കെ കയറിയിട്ട് അവർ മെറ്റാവേഴ്സ് ഉപയോഗിക്കുമ്പോൾ, അതേപോലെ അവർ ഗെയിം കളിക്കുമ്പോഴും അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ വരുമാനം കിട്ടുന്ന ഒരു അവസരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണ്. അപ്പൊ ആ ഒരു ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും നാളെ വലിയൊരു പാസീവ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും. അതെങ്ങനെ ചെയ്യണം അതിനെ കുറിച്ചിട്ട് നമ്മുടെ മെറ്റാഫോഴ്സ് പ്രൊജക്റ്റിലെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ടാണ് ഇന്നത്തെ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്.